പല സിനിമകളിലായി ഒന്നിച്ചപ്പോഴെല്ലാം കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തന്ന രണ്ടുപേർ. മോഡേൺ മോളിവുഡിലെ ആദ്യ സൂപ്പർ ഹീറോയെ തന്ന ആക്ടർ ഡയറക്ടർ കോംബോ. ഓൺ സ്ക്രീനേക്കാൾ ഓഫ് സ്ക്രീൻ കെമിസ്ട്രി ആഘോഷിക്കപ്പെടുന്ന ഇരുവർ കൂട്ടുകെട്ട്. 2013 ദുൽഖറിൻ്റെ ABCD പുറത്തിറങ്ങിയപ്പോൾ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു പേര് ടൊവിനോ തോമസ് എന്നായിരുന്നു. അഖിലേഷ് വർമ്മയായി സ്ക്രീനിൽ ടൊവിനോ തകർത്തപ്പോൾ കയ്യടി നേടിയപ്പോൾ ബേസിൽ മറ്റൊരു സിനിമയുടെ അണിയറയിലായിരുന്നു. ഒരു സംവിധായകനായിരുന്നില്ല, നായകനായിരുന്നില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ. തിരയിൽ വിനീത് ശ്രീനിവാസന്റെ AD. 2015 കുഞ്ഞിരാമായണത്തിലൂടെ ബേസിൽ സംവിധായകനായി. അതേ വർഷം എന്ന് നിന്റെ മൊയ്തീനിലെ അപ്പുവായി ടൊവിനോ പ്രശംസ നേടിയ. രണ്ട് ധ്രുവങ്ങളിലായിരുന്ന രണ്ടുപേർ ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് മായാനദിയിലാണ്. ടൊവി നായകനായ ചിത്രത്തിൽ വളരെ കുറച്ചു നേരം മാത്രം ഒരു ചെറിയ റോളിലായിരുന്നു ബേസിലെത്തിയത്. പക്ഷേ ഇരുവരും തമ്മിൽ കോമ്പിനേഷൻ സീനുകളൊന്നും ഉണ്ടായിരുന്നുമില്ല. അതേ വർഷം ബേസിലിൻ്റെ ഡയറക്ഷനിൽ നായകനായി ടൊവി എത്തി ഗോദ. ഒരു സോളോ ലീഡ് ഹീറോ എന്ന ലേബലിലേക്ക് ടൊവിനോയുടെ ട്രാൻസ്ഫോർമേഷൻ കണ്ട സിനിമയായി ഗോദ. മലയാളത്തിൽ അത്ര പരീക്ഷിക്കപ്പെടാത്ത യോണറായിരുന്നു സ്പോർട്സ് ഡ്രാമകൾ. നാട്ടിന് പുറത്തെ ഗുസ്തിക്കഥ ബേസിൽ തൻ്റെ തനത് ശൈലിയിൽ ഒരുക്കിയപ്പോൾ വേറിട്ടൊരു അനുഭവം നൽകിയ സിനിമ ഗംഭീര ഹിറ്റായി മാറി. ഇൻറ്റൻസ് വർക്കൗട്ടും ഫിസിക്കൽ ട്രെയിനിങ്ങും ആവശ്യമായ കഥാപാത്രമായിരുന്നു ആഞ്ജനേയദാസ്. ആ ക്യാരക്ടറായി ബേസിലിൻ്റെ നായകനായി ടൊവി റോളിനോട് നീതി പുലർത്തി. ഒരു ഹാൻസം ഹീറോ എന്നതിനപ്പുറത്തേക്ക് ഇമോഷണലി കണക്റ്റഡ് ആകുന്ന വ്യക്തിയായി ടൊവിനോയെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് ബേസിലിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ആ കോംബോയ്ക്ക് ഒരു മാജിക് ഉണ്ടെന്ന് അന്നേ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതാണ്. ഗോദയ്ക്ക് ശേഷം ഇരുവർക്കും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മായാനദി, തീവണ്ടി, ഉയരെ, വൈറസ്, ലൂസിഫർ അങ്ങനെ മികച്ച കഥാപാത്രങ്ങളുമായി ടൊവിനോ മുന്നോട്ട് നീങ്ങിയപ്പോൾ അഭിനയത്തിൽ ബേസിലും ശ്രദ്ധ നേടി. ജോജിയിലെ പള്ളിയിലച്ചൻ അക്കൂട്ടത്തിൽ മുന്നിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. മിന്നൽ മുരളിയിലേക്ക് വരുമ്പോൾ ടൊവിനോയെ അല്ലാതെ മറ്റാരെയും ഇന്ന് മലയാളിക്ക് സങ്കല്പിക്കാൻ പോലും ആകില്ല. വലിയ സ്കെയിലും ബജറ്റും VFXും എല്ലാം വേണ്ട സൂപ്പർ ഹീറോ സിനിമയെ ബേസിൽ ഗ്രാമാന്തരങ്ങളിൽ സെറ്റ് ചെയ്തു. ഒരു കുഗ്രാമത്തിൽ നിന്ന് മിന്നലടിച്ച് പിറവിയെടുക്കുന്ന സൂപ്പർ ഹീറോ അത്രത്തോളം കൺവിൻസിംഗ് ആയത് ബേസിലിൻ്റെ മേക്കിംഗ് ഒന്നുകൊണ്ട് മാത്രമാണ്. മലയാള സിനിമ പരീക്ഷിക്കാൻ മടിച്ചിരുന്ന മറ്റൊരു യോണറും സിനിമയാക്കി ബെഞ്ച്മാർക്കാക്കി മാറ്റി ആ കോംബോ. വിഷ്വലി എക്സൈറ്റ് ചെയ്യിപ്പിച്ചതിനോടൊപ്പം തന്നെ ഇമോഷണലി ഗ്രൗണ്ടഡ് ആയ സ്റ്റോറി മലയാളി സൂപ്പർ ഹീറോയ്ക്ക് ലോകതലത്തിൽ ശ്രദ്ധ നേടിക്കൊടുത്തു. കോവിഡ് കാരണം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തതിലൂടെ നഷ്ടമായത് ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് മാത്രമാണെന്നതാണ് നിരാശ. അമാനുഷിക കഥാപാത്രമായി മാറുമ്പോൾ ടൊവിനോയ്ക്ക് ലഭിക്കുന്ന സ്വാഭാവികത മിന്നലിലൂടെ നമ്മൾ ശരിക്കും കണ്ടു. ARMലെ മണിയനും ലോകയിലെ ചാത്തനുമെല്ലാം നമുക്ക് വിശ്വസനീയമായത് മിന്നൽ മുരളി സെറ്റ് ചെയ്ത മാർക്കിലൂടെയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ രണ്ടാം ഭാഗം എന്താണെന്ന ചോദ്യം ഇരുവരും നിരന്തരം കേൾക്കുന്നു. അതിൻ്റെ തിയേറ്റർ റിലീസിനായി ഏവരും കാത്തിരിക്കുന്നു. പക്ഷേ അതിന് സമയമെടുക്കുമെന്നാണ് ബേസിൽ തന്നെ പറയുന്നത്. നിലവിൽ മറ്റൊരു സിനിമയുടെ സംവിധാന പണിയിലാണ് താരം. അല്ലു അർജുൻ ചിത്രമാണെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ. ഇതിനെല്ലാം ശേഷം പതിയെ മാത്രമേ മിന്നൽ മുരളി 2 ഉണ്ടാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. 5 വർഷമായി ബേസിൽ എന്ന സംവിധായകനെ മലയാളി കണ്ടിട്ട് മികച്ച കഥാപാത്രങ്ങൾ തേടിപ്പിടിച്ച് അഭിനയിക്കുന്ന തിരക്കിലാണ് താരം. മലയാളത്തിൽ ഇതിനു മുൻപും ഒരുപാട് ആക്ടർ ഡയറക്ടർ കോംബോ വന്നിട്ടുണ്ട്. അതിൽ ബേസിൽ ടൊവി കോംബോ വേറിട്ട് നിൽക്കുന്നത് അത് കാണുന്ന നമുക്ക് ലഭിക്കുന്ന ജെനുവിനിറ്റിയാണ്. പ്രൊമോഷൻ പരിപാടികളായിക്കോട്ടെ, ഇൻ്റർവ്യൂകളായിക്കോട്ടെ, ബിഹൈൻഡ് ദ സീനുകളായിക്കോട്ടെ, ഇരുവരും ഒരുമിച്ചാൽ ഒരാൾ എയറിലായിരിക്കുമെന്നത് പ്രഡിക്റ്റബിൾ ആണ്. ആ ജേണി എത്തി നിൽക്കുന്നത് അതിരടിയിലാണ്. സംവിധാനത്തിൽ നിന്ന് നിർമ്മാണത്തിലേക്ക് ചുവടുമാറ്റിയ ബേസിലിൻ്റെ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ ടൊവിനോയുമുണ്ട്. നേരത്തെ ടൊവിനോ നിർമ്മിച്ച മരണമാസിൽ നായകൻ ബേസിലായിരുന്നു. ഒരുമിച്ചപ്പോഴെല്ലാം ആഘോഷിക്കപ്പെട്ട കെമിസ്ട്രി മെയ് 14 വിജയം കാണട്ടെ. മിന്നൽ മുരളിയുടെ രണ്ടാം വരവും അധികം വൈകാതെ സ്ക്രീനുകളിൽ എത്തട്ടെ.